ഉസ്താദ് അനന്തര സ്വത്ത് വിഭജനത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ബാക്കിയാണ് ഈ വീഡിയോയിലുള്ളത്. അന്ന് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാവും കൂടുതൽ നന്നാവുക. കാരണം എന്നാലാണ് അതിൻ്റെ ഒരു തുടർച്ച നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അന്ന് ആ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് അയച്ച് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. ആ സംശയങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളായിരുന്നു എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഈ സംശയങ്ങൾ ചോദിക്കുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനി ബാക്കി വിഷയങ്ങളിലേക്ക് വരാം. മരിച്ചൊരു വ്യക്തിക്ക് ഭാര്യ മാത്രമാണ് ഉള്ളത് എങ്കിൽ, അതായത് മക്കളില്ല, മാതാപിതാക്കളില്ല, സഹോദരങ്ങളില്ല, ഭാര്യ മാത്രമാണ് ഉള്ളതെങ്കിൽ ആ സ്വത്തിൻ്റെ 1/4 ഭാര്യയ്ക്കുള്ളതാണ്. പിന്നെ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അതിൽ ബാക്കിയുള്ളതിൽ നിന്ന് 1/6 സഹോദരങ്ങൾക്ക് ഉള്ളതാണ്. മരിച്ച വ്യക്തിക്ക് ഭാര്യയും ഒരു മകനും മാത്രമാണ് ഉള്ളതെങ്കിൽ 8/1 ഭാര്യയ്ക്കും ബാക്കി എല്ലാം മകനുമുള്ളതാണ്. ഇനി മരിച്ചൊരു വ്യക്തി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഒരു മകൻ മാത്രമാണ് അവർക്കുള്ളത് എങ്കിൽ ആ മുഴുവൻ സ്വത്തും ആ മകനുള്ളതാണ്. മരിച്ച വ്യക്തി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ സഹോദരങ്ങൾ മാത്രമാണുള്ളത്, അതായത് മക്കളില്ല, ഉമ്മയില്ല, ഉപ്പയില്ല, അങ്ങനെ വരുന്ന ഘട്ടത്തിൽ 1/6 സഹോദരങ്ങൾക്കുള്ളതാണ്. ഇനി ഈ സഹോദരങ്ങൾക്ക് ഈ 1/6 എടുത്തിട്ട് അതിനൊരു തീരുമാനമാവുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ സ്ഥലം കുറവും കൂടുതൽ സഹോദരന്മാരും ഉണ്ടെങ്കിൽ, അപ്പോൾ 1/3 എടുത്ത് ആ 1/3 എല്ലാവരും കൂടി പങ്കിടണം. ഇനിയൊരു സ്ത്രീയാണ് മരിച്ചതെങ്കിൽ അവർക്ക് മക്കളില്ല, മാതാപിതാക്കളില്ല, ഭർത്താവ് മാത്രമാണെങ്കിൽ ആ സ്ത്രീയുടെ പകുതി സ്വത്ത് ഭർത്താവിനുള്ളതാണ്, അതായത് 1/2 ഭർത്താവിനുള്ളതാണ്. ഇനി ആ സ്ത്രീക്ക് ആ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ മുൻ ഭർത്താവിൽ നിന്നോ മക്കളുണ്ടെങ്കിൽ ഈ ഭർത്താവിന് 1/4 മാത്രമേ ലഭിക്കുകയുള്ളൂ. ബാക്കി വരുന്നത് മക്കൾക്ക് ഭാഗിക്കണം, അതായത് ആണിന് നൽകുന്നതിൻ്റെ പകുതി പെണ്ണിന് എന്ന വിധത്തിൽ ഭാഗിച്ചെടുക്കണം. ഇനി ഒരു അവകാശികളും ഇല്ലാത്ത സ്വത്ത് എന്ത് ചെയ്യണം? അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അവകാശികളൊന്നും ഇല്ലാത്ത സ്വത്ത് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരാൾ മരിച്ചു, അദ്ദേഹത്തിന് ഒരു ഭാര്യയുമുണ്ട്, ഒരു മകളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഭാര്യയ്ക്ക് 8/1 നൽകണം, ബാക്കിയുള്ളതിൽ നിന്ന് പകുതി ആ മകൾക്ക് നൽകണമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പകുതി എന്ത് ചെയ്യും? ഇങ്ങനെ വരുന്ന ബാക്കി സ്വത്തുകൾ ഉണ്ടാവും, അത് എന്ത് ചെയ്യണം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് മുൻകാലങ്ങളിലൊക്കെ മഹല്ലുകളിൽ, നാട്ടിലൊക്കെ ബൈത്തുൽ മാലി എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടായിരുന്നു, അതായത് പൊതുഭണ്ഡാരം. ഒന്നുകിൽ ആ പൊതുഭണ്ഡാരത്തിലേക്ക് നീക്കുക, അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾക്ക് വീതിച്ച് നൽകുക എന്നുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പൊതുഭണ്ഡാരം ഇല്ല, നാട്ടിലും മഹലിലും പൊതുഭണ്ഡാരം ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ നിലവിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ മറ്റു ബന്ധുക്കൾക്ക് വീതിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. ഇനി ആരാണ് ഈ മറ്റു ബന്ധുക്കൾ എന്നുള്ളതാണ്. അതായത് ഈ ബന്ധുക്കൾ 11 വിഭാഗക്കാരാണ്. ഈ മറ്റു ബന്ധുക്കൾ എന്ന് പറയുന്നത് 11 വിഭാഗക്കാരാണ്. അത് ആ 11 വിഭാഗം ആരാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. 1, ഉമ്മയുടെ പിതാവ്. 2, പെൺമക്കളുടെ മക്കൾ. 3, സഹോദരിമാരുടെ മക്കൾ. സഹോദരപുത്രികൾ. 4 സഹോദരപുത്രികൾ. 5, പിതൃവ്യ പുത്രികൾ, അതായത് പിതാവിൻ്റെ സഹോദരൻ്റെ പുത്രികൾ. ഇനി പിതാവിൻ്റെ ഉമ്മയിലൊത്ത സഹോദരൻ, പിതാവിൻ്റെ ഉമ്മയിലൊത്ത സഹോദരൻ. പിന്നെ ഉമ്മയുടെ സഹോദരൻ. 8, ഉമ്മയുടെ സഹോദരി. 9, പിതാവിൻ്റെ സഹോദരൻ. 10, ഉമ്മയുടെ പിതാവിൻ്റെ ഉമ്മ. 11, പിതാവിൻ്റെ ഉപ്പയിലൊത്ത സഹോദരൻ. ഈ വിഭാഗക്കാരാണ് 11 വിഭാഗക്കാർ. ഇനി ഇവർക്കിത് എങ്ങനെയാണ്, ഈ 11 പേർക്ക് എങ്ങനെയാണ് ഭാഗിച്ച് നൽകേണ്ടത് എന്നല്ലേ. അതായത് ഇവരോടുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കുക. അതായത് ഉമ്മ വഴിക്കുള്ള കണക്ഷൻ ആണെങ്കിൽ അതായത് ഉമ്മക്കുള്ള ഓഹരി ഭാഗിച്ച് നൽകുക. ഉപ്പ വഴിക്കുള്ള കണക്ഷൻ ആണെങ്കിൽ ഉപ്പക്കുള്ള ഓഹരി ഭാഗിക്കുന്ന പോലെ ഭാഗിച്ച് നൽകുക. ഇനിയും ബാക്കി സ്ഥലം വരികയാണെങ്കിൽ വീണ്ടും അവർക്ക് തന്നെ വീതിച്ച് നൽകണം എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതിൽ വളരെയധികം വിശദീകരണങ്ങളുണ്ട്, വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി പറയാൻ പോകുന്നത് ഇപ്പം ഈ പറഞ്ഞതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരാളുടെ സ്വത്ത് ഭാഗിക്കുമ്പോൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യമായി ചെയ്യേണ്ട 4 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കണം സ്വത്തുകൾ ഭാഗിച്ചെടുക്കേണ്ടത്. അതായത് ഒന്നാമത്തത് അദ്ദേഹത്തിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാധ്യതകൾ അല്ലെങ്കിൽ സക്കാത്തുകൾ.
അദ്ദേഹം സ്വത്തുമായി ബന്ധപ്പെട്ട സക്കാത്തുകൾ കഴിച്ചതിന് ശേഷമായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടങ്ങൾ വീട്ടിയതിന് ശേഷമായിരിക്കണം. ഇത് രണ്ടും കഴിച്ചതിന് ശേഷം മയ്യത്തിൻ്റെ ചെലവുകൾ കഴിച്ചതിന് ശേഷം, അതും കഴിഞ്ഞ് അദ്ദേഹം വല്ല വസിയത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസിയത്തും കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഈ പറഞ്ഞ പ്രകാരം സ്വത്തുകൾ ഭാഗിച്ചെടുക്കേണ്ടത്. ഇനി വസിയത്ത് ചെയ്യുമ്പോൾ ഏതൊരാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ 1/3 മാത്രമേ ഒരാൾക്ക് വസിയത്ത് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അതിൽ കൂടുതൽ ഒരാൾക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക.